Good morning. Today's topic is 20th century literary criticism. So, the first critic we have to go through is T.S. Eliot. Let us look into the details of criticism, അല്ലെങ്കിൽ critical theories, critical terms explained by T.S. Eliot. Now, T.S. Eliotൻ്റെ introduction just നമുക്കൊന്ന് ചുരുക്കി നോക്കാം. He was born in USA, but later he moved on to Britain, studied there, and then he taught at different schools. അങ്ങനെ ഒരുപാട് ഫേമസ് വർക്ക്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്, പൊളിറ്റിക്കൽ വർക്ക്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്, ലൈക്ക് പ്രുഫോക്ക് ആൻഡ് അതർ കളക്ഷൻസ്, ആഷ് വെൻസ്ഡേ, ഹോളോ മെൻ, മർഡർ ഇൻ ദ കാത്തഡ്രൽ. അങ്ങനെ മർഡർ ഇൻ ദ കാത്തഡ്രൽ ആക്ച്വലി അതൊരു പോയറ്റിക് ഡ്രാമയാണ്. പോംസ് എന്ന് പറഞ്ഞാൽ പ്രുഫോക്ക് ആൻഡ് അതർ പോംസ് ഉണ്ട്, വേസ്റ്റ് ലാൻഡ് ഉണ്ട്, ആഷ് വെൻസ്ഡേ ഉണ്ട്. പോയറ്റിക് ഡ്രാമ ആണ് മർഡർ ഇൻ ദ കാത്തഡ്രൽ, കോക്ടെയിൽ പാർട്ടി. So these are some of his famous works, poems and poetic dramas. At the same time, he was an outstanding critic too. ഒരുപാട് ക്രിട്ടിക്കൽ വർക്ക്സ് എഴുതിയിട്ടുണ്ട്, ക്രിട്ടിക്കൽ എസ്സേസ് ആയിട്ടൊക്കെ ഒരുപാട് വർക്ക്സ് എഴുതിയിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ്, വിച്ച് വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ബർഗൻ ആൻഡ് ഇർവിംഗ് ബാബിറ്റ്. Bergen and Irving Babbitt influenced him to write Tradition and Individual Talent in 1919. പിന്നെ ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലം 1920-ലെ മെറ്റാഫിസിക്കൽ പോയറ്റ്സ്, പിന്നെ പോയട്രി ആൻഡ് പോയറ്റ്സ്, പോയട്രി ആൻഡ് ഡ്രാമ, ഇതൊക്കെ ആളുടെ ലിറ്റററി ക്രിറ്റിസിസത്തിൻ്റെ പാർട്ടായിട്ട് എഴുതിയിട്ടുള്ള വർക്ക്സാണ്. Now, along with I.A. Richards, T.S. Eliot was instrumental in new criticism. ന്യൂ ക്രിറ്റിസിസം അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ക്രിറ്റിസിസം എന്ന് പറയും. അപ്പം ന്യൂ ക്രിറ്റിസിസം ഓർ പ്രാക്ടിക്കൽ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ക്രിറ്റിസിസം ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, 1920s എവോൾവ് ആയിട്ടുള്ളതാണ്. പ്രാക്ടിക്കലി ക്രിട്ടിസൈസ് ചെയ്യുക. പ്രാക്ടിക്കലി ക്രിട്ടിസൈസ് ചെയ്യുക എന്ന് വെച്ചാൽ വിതൗട്ട് കൺസിഡറിങ് ദ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എ പെർട്ടിക്കുലർ റൈറ്റർ. ജസ്റ്റ് നമുക്ക് എന്താണ് വർക്ക് തരും, വി വിൽ നോട്ട് ബി ഗിവൻ ദ ഇൻഫർമേഷൻ ഹൂ ഈസ് ദ ഓഥർ എന്നോ ആളുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും തരില്ല. സ്റ്റുഡൻസിനെ വർക്ക് തരും. സ്റ്റുഡൻസ് ദേ ഹാവ് ടു ഇവാലുവേറ്റ്. അവർ ആ വർക്കിനെ ഇവാലുവേറ്റ് ചെയ്യണം ബേസ്ഡ് ഓൺ ദെയർ അണ്ടർസ്റ്റാൻഡിങ്. അതാണ് പ്രാക്ടിക്കൽ ക്രിറ്റിസിസം. അപ്പോൾ ഈ പ്രാക്ടിക്കൽ ക്രിറ്റിസിസം ആയിക്കോട്ടെ, പിന്നെ അതിൽ നിന്ന് അങ്ങനെ ഡെവലപ്പായി വന്നിട്ടുള്ള ന്യൂ ക്രിറ്റിസിസം ആയിക്കോട്ടെ, ദീസ് വർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ആക്ച്വലി T.S. Eliot, മാത്യു അർണോൾഡൊക്കെ. സോ ഹി വാസ് ശരിക്കും ഇൻസ്ട്രുമെൻ്റലാണ് ഇൻ ടേക്കിംഗ് ഇംഗ്ലീഷ് ക്രിറ്റിസിസം, ഒരു നാരോ സബ്ജക്റ്റീവ് ക്രിറ്റിസിസത്തിൽ നിന്നും ഒരു ഒബ്ജക്റ്റീവ് ക്രിറ്റിസിസം അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് ക്രിറ്റിസിസത്തിലോട്ട് മാറിയത് T.S. Eliot കാരനാണ്. അല്ലെങ്കിൽ T.S. Eliot, അതുപോലെ തന്നെ I.A. Richards, F.R. Lewis, ഇവരൊക്കെയായിരുന്നു അതിൻ്റെ പ്രധാന വ്യക്തികൾ. ഇതിൻ്റെ സബ്ജക്റ്റീവ് ക്രിറ്റിസിസത്തിൽ നിന്നും ഒരു ഒബ്ജക്റ്റീവ് ക്രിറ്റിസിസത്തിലോട്ട്, ക്രിറ്റിസിസത്തിൻ്റെ ഒരു മൂവ്മെൻറ്റ്. അപ്പോൾ ഒബ്ജക്റ്റീവ് ക്രിറ്റിസിസം എന്ന് വെച്ചാൽ സയൻറ്റിഫിക് ബേസിസിൽ അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുക. അതാണ് നമ്മൾ പറഞ്ഞത്, ബുക്ക് തരും എന്നിട്ട് നമ്മളോട് സ്റ്റുഡൻസിനോട് ഇവാലുവേറ്റ് ചെയ്യാൻ പറയും. അത് ഒബ്ജക്റ്റീവാണ്. സബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഓഥറിനെ പറ്റി അറിയുന്നു, ഓഥറിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി അറിഞ്ഞിട്ട് നമ്മളൊരു വർക്ക് ഇവാലുവേറ്റ് ചെയ്യാനിരിക്കുമ്പോൾ എന്താണ് ആ ഓഥറിനോടുള്ള ഒരു സബ്ജക്റ്റിവിറ്റി, ഒരു ബയാസ്നെസ് ഉണ്ടെങ്കിൽ ആ ബയാസ്നെസ് അവിടെ നമ്മൾ നമ്മുടെ ക്രിറ്റിസിസത്തിൽ എടുത്ത് കാണിക്കും. സോ ഹി വാസ് പയനിയർ, അല്ലെങ്കിൽ ആളായിരുന്നു അലോങ് വിത്ത് I.A. റിച്ചേർഡ്സും F.R. ലിവിസും സബ്ജക്റ്റീവ് ക്രിറ്റിസിസം എന്നുള്ള നാരോ മെത്തേഡിൽ നിന്നും ഒബ്ജക്റ്റീവ് ക്രിറ്റിസിസത്തിലോട്ട് ഷിഫ്റ്റ് ആക്കിയത് കേട്ടോ. ആൻഡ് ഇവിടെ T.S. Eliotൻ്റെ ഒരുപാട് തിയറീസ് നമുക്ക് പഠിക്കാനുണ്ട്. ലൈക്ക് ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റിൽ ആൾ ഹിസ്റ്റോറിക്കൽ സെൻസിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ഇംപേഴ്സണാലിറ്റി തിയറിയെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് ആൻഡ് ദെൻ ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി. അപ്പോൾ എന്താണ് ഹിസ്റ്റോറിക്കൽ സെൻസ്? ഹിസ്റ്റോറിക്കൽ സെൻസ് എന്നുള്ള കോൺസെപ്റ്റ് ഹി എക്സ്പ്ലെയിൻഡ് ഇൻ ഹിസ് ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ് എന്ന് പറഞ്ഞ എസ്സേയിലാണ് ഈ ഒരു കൺസെപ്റ്റ് ആൾ എക്സ്പ്ലെയിൻ ചെയ്തത്. നൗ
ഇതിലെന്താണ് പറയണത് വെച്ചാൽ ഹിസ്റ്ററിക്കൽ സെൻസ് ഉണ്ടായിരിക്കണം. ഏതൊരു പോയറ്റിനും ഒരു പോം എഴുതുമ്പോൾ ഹിസ്റ്ററിക്കൽ സെൻസ് ഉണ്ടായിരിക്കണം. ഹിസ്റ്ററിക്കൽ സെൻസ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയെ പറ്റിയിട്ടുള്ള ഒരു അവബോധം ഉണ്ടായിരിക്കണം. പ്രീവിയസ് ജനറേഷൻസിനെ പറ്റിയിട്ട്, പ്രീവിയസ് വർക്ക്സിനെ പറ്റിയിട്ടുള്ള ഒരു അവബോധം നമുക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് ആ ഹിസ്റ്ററിക്കൽ സെൻസ് വിൽ ലീഡ് അസ് ടു ദ അറ്റൈൻമെൻറ്റ്. അതായത് ആ ഹിസ്റ്ററിക്കൽ സെൻസ് അറ്റെയിൻ ചെയ്യണമെങ്കിൽ വി ഷുഡ് ബി അവെയർ ഓഫ് ദ ട്രഡീഷൻ, പാസ്റ്റ് ട്രഡീഷൻ. ഹിസ്റ്ററിക്കൽ സെൻസ് അറ്റെയിൻ ചെയ്യണമെങ്കിൽ, ഹിസ്റ്ററിക്കൽ സെൻസ് ഉണ്ടാവുക എന്ന് വെച്ചാൽ പാസ്റ്റിനെ പറ്റിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. പാസ്റ്റ് പോയറ്റിക്സിനും പാസ്റ്റ് പോയറ്റിക് ജനറേഷനെ പറ്റിയിട്ടും പോയറ്റ്സിനെ പറ്റിയിട്ടും അവരുടെ തിയറീസിനെ പറ്റിയിട്ടും എല്ലാം ഒരു പോം എഴുതുമ്പോൾ പോയറ്റ്സ് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുവഴി വി ക്യാൻ അറ്റെയിൻ ട്രഡീഷൻ എന്താണെന്നുള്ളത് മനസ്സിലാവും അല്ലേ. ഇപ്പോൾ നോർമൽ ടേംസിലായാലും നമ്മുടെ ഇന്ത്യൻ ട്രഡീഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ വി ഷുഡ് നോ ദ ഹിസ്റ്ററി അല്ലേ. പാസ്റ്റിനെ പറ്റിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണ് നമുക്ക് ട്രഡീഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സെയിം പോയറ്റ്സിനും അത് തന്നെ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഹിസ്റ്ററിക്കൽ സെൻസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിനെ പറ്റിയിട്ടുള്ളൊരു പെർസെപ്ഷൻ. ആൻഡ് പാസ്റ്റിനെ പറ്റിയിട്ടുള്ള പെർസെപ്ഷൻ മാത്രമായിട്ടല്ല ആൾ പറയണത്. അതായത് ഹിസ്റ്ററിക്കൽ സെൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഓൺലി ദ പെർസെപ്ഷൻ ഓഫ് ദ പാസ്റ്റ്, ബട്ട് ആ പാസ്റ്റിൻ്റെ എഫക്റ്റ് എത്രത്തോളം പ്രസൻസിലുണ്ട് അതും നമ്മൾ മനസ്സിലാക്കണം. വെറുതെ പാസ്റ്റിനെ പറ്റിയിട്ട് മാത്രം മനസ്സിലാക്കല്ല ഹിസ്റ്ററിക്കൽ സെൻസ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ഹിസ്റ്ററിക്കൽ സെൻസ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ട്രഡീഷനെ പറ്റിയിട്ട് അറിയാം എന്ന് പറഞ്ഞാൽ ആ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ മാത്രം അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാസ്റ്റിൻ്റെ എഫക്റ്റ് എത്രത്തോളം പ്രസൻസിലുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ടൈംലെസ് ആസ് വെൽ ആസ് ടെമ്പോറൽ, ടൈംലെസ് ആൻഡ് ടെമ്പോറൽ, അതിൻ്റെ സെൻസ് നമുക്ക് ഉണ്ടാവണം. സെൻസ് ഓഫ് ടൈംലെസ് ആൻഡ് ദ ടെമ്പറൽ, ഇതിൻ്റെ സെൻസാണ് നമുക്കെന്ന് വെച്ചാൽ പോയറ്റ്സിന് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഹിസ്റ്ററി കഴിഞ്ഞു പോയതാണ്, അത് അവിടെ തന്നെ വെച്ച് മറക്കാതെ, അത് പാസ്റ്റുമായി റിലേറ്റഡ് അല്ലേ. അതിന് പ്രസൻസിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, പ്രസൻസിൽ നമ്മൾ എത്രത്തോളം പാസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നുണ്ട്, പാസ്റ്റിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് വി ആർ ക്യാരിങ് ഓൺ ഇൻ ദ പ്രസൻറ്റ്, ഇത് പോയറ്റ്സിന് ഉണ്ടായിരിക്കണം എന്നാണ് ഹിസ്റ്ററിക്കൽ സെൻസിൽ ആൾ പറയണത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഹിസ്റ്ററിക്കൽ സെൻസ് ഒരു റൈറ്ററിനുണ്ടെങ്കിൽ ഹി വിൽ ബി അവെയർ ഓഫ് ദ കണ്ടിന്യൂറ്റി ഓഫ് ലിറ്ററേച്ചർ കണ്ടിന്യൂ ആവുന്നുണ്ട്. റൈറ്റ് ഫ്രം നമുക്ക് വേണമെങ്കിൽ പറയാം ക്ലാസിക്കൽ ഗ്രീക്ക് ലിറ്ററേച്ചർ, ഹോമർ തൊട്ടിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ആവുന്നുണ്ട്. അപ്പോൾ സപ്പോസ് വി ആർ റൈറ്റിംഗ്, നമ്മൾ എഴുതുവാണ്, വി ആർ എ റൈറ്റർ, നമ്മളൊരു റൈറ്ററാണ്. അപ്പോൾ റൈറ്റർ ആവുമ്പോൾ പാസ്റ്റ് റൈറ്റേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ എന്താ പറയുക, പാസ്റ്റ് റൈറ്റേഴ്സിൻ്റെ റൈറ്റിംഗ് മെത്തേഡ്സോ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ടെക്നീക്സോ തിയറീസോ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് എങ്ങനെ ലിറ്ററേച്ചർ കണ്ടിന്യൂ ആയിക്കൊണ്ട് വരുന്നു എന്നുള്ളതും പ്രസൻറ്റിലെ അത് എത്രത്തോളം നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആസ് എ റൈറ്റർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ക്ലിയർ ആണോ? അപ്പോൾ ഹിസ്റ്ററിക്കൽ സെൻസ് റൈറ്ററിനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യണത്, ലിറ്ററേച്ചർ എങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു, ആൻഡ് വാട്ട് ഈസ് ദ റൈറ്റേഴ്സ് പൊസിഷൻ. ഇപ്പോൾ നിങ്ങളൊരു റൈറ്റർ ആണെങ്കിൽ യു വിൽ ബി അവെയർ ഓഫ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ലിറ്ററേച്ചർ. പാസ്റ്റ് സെൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിറ്ററേച്ചറിൻ്റെ കണ്ടിന്യൂറ്റി മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് ഇൻ ദ സെയിം വേ നിങ്ങളുടെ പൊസിഷൻ എന്താണ് എമംഗ് യുവർ കണ്ടംപററീസ്. പൊസിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റോ സെക്കൻഡോ അതല്ല ഉദ്ദേശിക്കണത്, നിങ്ങൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള മെത്തേഡ്സ് പാസ്റ്റിൽ ആര് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്, അതിനെ കണ്ടംപററീസ് എത്ര പേര് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്, ആൻഡ് അതുവഴി നിങ്ങളുടെ പൊസിഷൻ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. ഏത് കാലഘട്ടത്തിലെ റൈറ്റേഴ്സിൻ്റെ ടെക്നീക്സും ഫോംസൊക്കെയാണ് നിങ്ങൾ അഡാപ്റ്റ് ചെയ്തേക്കണത്. അങ്ങനെ കണ്ടംപററി കാലഘട്ടത്തിൽ നിങ്ങളുടെ പൊസിഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാം. പാസ്റ്റിൽ നിങ്ങളുടെ പൊസിഷൻ അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ ഏത് റൈറ്ററിനെയാണ് ഇമിറ്റേറ്റ് ചെയ്യണത്, അല്ലെങ്കിൽ ഏത് റൈറ്ററിൻ്റെ ഫോംസ് ആൻഡ് ആട്രിബ്യൂട്ട്സ് ആണ് നിങ്ങളും ഉപയോഗിക്കുന്നത്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. കണ്ടംപററി കാലഘട്ടത്തിലും നിങ്ങളുടെ പൊസിഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ആസ് എ റൈറ്റർ മനസ്സിലാക്കാൻ സാധിക്കും.
ഓക്കെ, സോ ഇതാണ് ഹിസ്റ്റോറിക്കൽ സെൻസും ഹിസ്റ്റോറിക്കൽ സെൻസ് കാരണം ഉണ്ടാവുന്ന ആ ഒരു ഗുണം എന്താണെന്നുള്ളത് ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റിൽ ആൾ പറയുന്നത്. ഞാൻ ഷോർട്ടാക്കി പറഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. ആൻഡ് നെക്സ്റ്റ് തിയറിയാണ് ഇംപേഴ്സണാലിറ്റി തിയറി. ഇംപേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ആ ടേമിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അല്ലേ. അതായത് പോയറ്റ് ഈസ് ഇംപേഴ്സണൽ. പോയറ്റ് ഈസ് ഇംപേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് അവിടെ പ്രൊഡ്യൂസ് ആയിക്കഴിഞ്ഞാൽ പോയറ്റ് ഹാസ് നോ റിലേഷൻ ടു ദാറ്റ് വർക്ക്. പോയറ്റിന് അവിടെ യാതൊരു ബന്ധവുമില്ല. പോയറ്റ് ഹാസ് നോ പേഴ്സണാലിറ്റി. ആളുടെ പേഴ്സണാലിറ്റി അല്ല അവിടെ എക്സ്പ്രസ് ആവേണ്ടത് അല്ലേ. ഒരു പോം നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റി അല്ല എക്സ്പ്രസ് ആവണത്. നിങ്ങളൊരു മീഡിയത്തിനെ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസസും നിങ്ങളുടെ ഇംപ്രഷൻസും ഒരു പെക്യൂലിയർ അൺഎക്സ്പെക്റ്റഡ് വേയിലായിരിക്കണം അവിടെ പ്രസൻറ്റ് ചെയ്യേണ്ടത്. നിങ്ങളെന്താണോ നിങ്ങളുടെ തോട്ട്സ് എന്താണോ അതിനെ അപ്പാടെ അല്ല അവിടെ പ്രസൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് പേഴ്സണലായിട്ട് മാറും. ഇംപേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? യു ആർ കമ്പൈനിങ് യുവർ ഇംപ്രഷൻസ് ആൻഡ് എക്സ്പീരിയൻസസ് ഇൻ എ പെക്യൂലിയർ വേ, അൺഎക്സ്പെക്റ്റഡ് വേയിൽ കമ്പൈൻ ചെയ്യുന്നു ആൻഡ് ദെൻ യു ആർ പ്രൊഡ്യൂസിങ് ദാറ്റ് ലിറ്റററി വർക്ക്. അതാണ് ഇംപേഴ്സണാലിറ്റി തിയറി. ആൻഡ് ദിസ് ഈസ് അഗെയിൻസ്റ്റ് എ റൊമാൻറ്റിക് നോഷൻ. റൊമാൻറ്റിക് പോയറ്റ്സ് അല്ലെങ്കിൽ റൊമാൻറ്റിക് തിയറി, അക്കോർഡിംഗ് ടു റൊമാൻറ്റിക് തിയറി പോയട്രി എന്ന് പറയുന്നത് ആർട്ടിസ്റ്റിൻ്റെ പേഴ്സണാലിറ്റിയുടെ ഒരു എക്സ്പ്രഷനാണ്. ആർട്ടിസ്റ്റിൻ്റെ പേഴ്സണാലിറ്റി എന്താണ് അതാണ് ആളുടെ പോയട്രിയിൽ കാണാൻ പറ്റുക. ദിസ് ഈസ് ദ റൊമാൻറ്റിക് നോഷൻ. ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇലിയോട്ട് ഇംപേഴ്സണാലിറ്റി തിയറി അവിടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. ആൻഡ് ആളുടെ ഇംപേഴ്സണാലിറ്റി തിയറിയിൽ 2 ആസ്പെക്ട്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഓൾ പോയട്രി ദാറ്റ് ഹാസ് എവർ റിട്ടൺ ഈസ് എ കണ്ടിന്യൂയം. പാസ്റ്റ് തൊട്ടിട്ട് ഇന്നേ വരയ്ക്ക് എഴുതിയിട്ടുള്ള പോയട്രി ഈസ് എ കണ്ടിന്യൂയം. അല്ലാതെ ഒന്നിനൊന്ന് ഡിഫറെൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പോയട്രി ഈസ് കണ്ടിന്യൂയം. പോയട്രി ഈസ് എ ലിവിങ് ഹോൾ. ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ എഴുതുന്നതാണ്, ഡിഫറെൻറ്റ് കാലഘട്ടത്തിൽ എഴുതുന്നതാണെങ്കിലും കൂടിയും ഇറ്റ് ഈസ് എ കണ്ടിന്യൂയം ആൻഡ് ഇറ്റ് ഈസ് എ ലിവിങ് ഹോൾ. ഇതാണ് ഫസ്റ്റ് ആസ്പെക്റ്റ് ഇംപേഴ്സണാലിറ്റി തിയറിയിൽ ആൾ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. സെക്കൻഡ് ആസ്പെക്റ്റ് ആണ് ദർ ഈസ് എ സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ഓഫ് എ പോയം ടു ഇറ്റ്സ് ഓതർ. ആ പോമും അതിൻ്റെ ഓതറും തമ്മിലൊരു സ്പെഷ്യൽ റിലേഷൻ ഉണ്ട്. അതാണ് പറഞ്ഞിട്ടുള്ള ഇംപേഴ്സണാലിറ്റി തിയറി. പോയറ്റ് തന്നെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യണത്, പക്ഷേ അപ്പാടെ പോയറ്റിൻ്റെ പേഴ്സണാലിറ്റി അല്ല അവിടെ എക്സിബിറ്റ് ചെയ്യണത്. പോയറ്റ് തൻ്റെ എക്സ്പീരിയൻസുകളെയും ഇംപ്രഷൻസിനെയും പെക്യൂലിയർ വേയിൽ മോൾഡ് ചെയ്തിട്ടാണ് ഒരു മീഡിയം വഴി, പോയട്രി എന്നുള്ള മീഡിയം വഴി അതിനെ എക്സ്പ്രസ് ചെയ്യണത്. അതാണ് ആ പോമും ഓതറും തമ്മിലുള്ള റിലേഷൻ. ഇത് രണ്ടുമാണ് ഇംപേഴ്സണാലിറ്റി തിയറിയിൽ ആൾ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. ആൻഡ് പോയറ്റിൻ്റെ മൈൻഡാണ് ഇവിടെ ശരിക്കും ഈ ഒരു ഇംപ്രഷൻസും എക്സ്പീരിയൻസിനൊക്കെ കമ്പൈൻ ചെയ്യണമെങ്കിൽ പോയറ്റിൻ്റെ മൈൻഡാണ് അവിടെ പ്രധാനം അല്ലേ. അതും ആൾ പറയുന്നുണ്ട്. ആൻഡ് ദിസ് മൈൻഡ് ഡസൻ ഗോ ചേഞ്ച് ഡ്യൂറിങ് ദ പ്രോസസ്സ്. എന്ത് മൈൻഡിലാണോ ആൾ പോം എഴുതാനിരിക്കുന്നത് ദറ്റ് ഡസൻ ഗോ എനി ചേഞ്ച്. ആ മൈൻഡിലാണ് ഈ ഇംപ്രഷൻസും എക്സ്പീരിയൻസസും ഒക്കെ കമ്പൈൻ ആവണത്. ദറ്റ് ഡസൻ ഗോ എ ചേഞ്ച് ഡ്യൂറിങ് ദ പ്രോസസ്സ്. സോ ഇത് ഇംപേഴ്സണാലിറ്റി തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു. What is objective correlative? This is one of the theories proposed by T.S. Eliot in literary criticism ഭാഗമായിട്ടാണ് objective correlative. Now this term was actually introduced by, അല്ലെങ്കിൽ this term was actually used by American painter Washington Allston ആണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് ആദ്യമായിട്ട് യൂസ് ചെയ്തത്. ആൻഡ് ലാറ്റർ ഓൺ ദിസ് വാസ് റിവൈസ്ഡ് ബൈ ഇലിയോട്ട്. തൻ്റെ ഫേമസ് എസ്സേ ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലം 1920 ലിറ്റററി ക്രിട്ടിക്കൽ അല്ലെങ്കിൽ ലിറ്റററി ക്രിറ്റിസത്തിൻ്റെ പാർട്ടായിട്ടുള്ള ഒരു എസ്സേ ആണ് ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലം. സോ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് ആദ്യം ടേം യൂസ് ചെയ്തത് അമേരിക്കൻ പെയിൻറ്ററാണ്. Now what is objective correlative? Objective correlative എന്ന് പറഞ്ഞാൽ സപ്പോസ് അതായത് നമ്മൾ ഒരു തീം ഓഡിയൻസിനെ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആയിരിക്കണം ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവേണ്ടത്. ലൈക്ക് നമ്മളൊരു ഹൊറർ മൂവി കാണുന്നു. ഒരു ഹൊറർ മൂവി കാണുമ്പോൾ ആ ഹൊറർ മൂവിയുടെ എഫക്റ്റ് ഓഡിയൻസിൽ ഉണ്ടാവണമെങ്കിൽ ഒരുപാട് ഒബ്ജക്ട്സ് അവിടെ കോറിലേറ്റഡ് ആയിട്ട് വരണം. ലൈക്ക് ഒന്ന് ഡാർക്ക്നെസ് ഉണ്ടായിരിക്കണം അല്ലേ,
അതുപോലെ തന്നെ പെക്യൂലിയർ സൗണ്ട് പാറ്റേൺസ് ഉണ്ടായിരിക്കണം, നമുക്ക് ഗൂസ് ബംസ് വരുന്ന പോലത്തെ സൗണ്ട് പാറ്റേൺസ് ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു എന്താ പറയുക, നാസ്റ്റി എന്ന് പറയാൻ പറ്റില്ല, കണ്ടാൽ തന്നെ ഭയം തോന്നുന്ന രീതിയിലുള്ള ഫിഗേഴ്സ്, രൂപങ്ങൾ, അതൊക്കെ ഉണ്ടായിരിക്കണം. ഇതൊക്കെ കമ്പൈൻഡ് ആയാൽ മാത്രമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫോക്സിൻ്റെ സൗണ്ടോ അല്ലെങ്കിൽ ഔളിൻ്റെ സൗണ്ടോ ഇങ്ങനെ പ്രത്യേകിച്ച് ഉള്ള സൗണ്ട്സൊക്കെ അതിൻ്റെ കൂടെ കമ്പൈൻ ആവണം. ഇതിനെയാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയുന്നത്. അതായത് ഈ ഒബ്ജക്ട്സ് ഒക്കെ സിറ്റുവേഷനുമായിട്ട് കോറിലേറ്റഡ് ആണെങ്കിൽ മാത്രമാണ് ഇറ്റ് ക്യാൻ എവോക്ക് ദ ഡിസൈർഡ് ഇമോഷൻസ് ഇൻ ദ ഓഡിയൻസ്, ഈവൻ റീഡേഴ്സിനായാലും. അതാണ് T.S. Eliot പറയുന്ന ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്. Now what is the purpose of objective correlative? Purpose is to express the character's emotion by showing rather than describing. അതാണ് ഈ ഒബ്ജക്റ്റീവ് കോറിലേഷൻ്റെ പേർപ്പസ്. ഒന്ന്, ഓഡിയൻസിന് ഡിസൈഡ് ആയിട്ടുള്ള എഫക്റ്റ് കിട്ടണം. മാത്രമല്ല ക്യാരക്ടേഴ്സില്ലേ, അഭിനയിക്കുന്നവർ, അവരുടെ ഇമോഷൻസിനെ കാണിക്കുക എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ് കോറിലേഷൻ്റെ ഉദ്ദേശം. ഡിസ്ക്രൈബ് ചെയ്യണേക്കാട്ടിലും കാണിക്കുമ്പോഴാണ് കൂടുതൽ എഫക്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഈ എക്സാമ്പിൾ തന്നെ, ഇപ്പോൾ ഡിസ്ക്രൈബ് ചെയ്യാണ് ഒരു ഗോസ്റ്റ് മൂവി ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാണ്. ഞാൻ ഡിസ്ക്രൈബ് ചെയ്യണേക്കാട്ടിലും ഞാനത് ഷോ ചെയ്യുമ്പോഴായിരിക്കും ഡിസൈർഡ് എഫക്റ്റ് ഉണ്ടാവുക, ഇസൻറ്റ് ഇറ്റ്? അതുപോലെ റൊമാൻറ്റിക് സീൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു റൊമാൻറ്റിക് സീനിൽ ലവേഴ്സ് തമ്മിലുള്ള റൊമാൻസ് ചിത്രീകരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടും അതനുസരിച്ചിട്ടുണ്ടായിരിക്കണം, അല്ലേ? അല്ലാതെ ഹെവി ട്രാഫിക്കിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ പട്ടിണി കിടക്കുന്ന കുട്ടികളുടെ ഇടയിലോ ഇതൊന്നും വേണ്ടത്ര അങ്ങോട്ട് എഫക്റ്റ് ഇവോക്ക് ചെയ്യില്ല. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം, അല്ലേ? അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മ്യൂസിക് ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു റൊമാൻറ്റിക് സീന് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അത് കേൾക്കുന്നവരിൽ വേണ്ടത്ര എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യില്ല. നേരെ മറിച്ച് അത് കാണുമ്പോഴാണ് ആ റൊമാൻറ്റിക് സീൻ കാരണമുള്ളൊരു ഇഫക്റ്റ് ആസ് ഓഡിയൻസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ പേർപ്പസ് ഓഫ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ടു എക്സ്പ്രസ് ദ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻ ബൈ ഷോയിങ് റാദർ ദാൻ ഡിസ്ക്രൈബിങ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവിന് എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് യൂസ് ചെയ്യണം ആൻഡ് എവിഡൻസസിനെയൊക്കെ ലിങ്ക് ചെയ്യണം. എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നപ്പോൾ സെറ്റിങ്സ് ഇല്ലേ, അതൊക്കെ എക്സ്റ്റേർണൽ ഫാക്ടേഴ്സാണ്, അത് യൂസ് ചെയ്യണം. എക്സ്റ്റേർണൽ ഫാക്ടേഴ്സും എവിഡൻസസും ലിങ്ക് ചെയ്താൽ മാത്രമാണ് എഫക്റ്റ് ഉണ്ടാവുള്ളൂ. ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷനിലെ ഇമേജസിനെയൊക്കെ കമ്പൈൻ ചെയ്തിട്ടുമായിരിക്കണം നമ്മൾ കാണിക്കേണ്ടത്. ഓക്കെ, നൗ T.S. Eliotൻ്റെ അഭിപ്രായം ഇതാണ്: ഓൺലി വേ ഓഫ് എക്സ്പ്രസിങ് ഇമോഷൻ ഇൻ ദ ഫോം ഓഫ് ആർട്ട്. ഏതെങ്കിലും ആർട്ടിലെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതായത് സെറ്റ് ഓഫ് ഓബ്ജക്ട്സ്, സിറ്റുവേഷൻ, ചെയിൻ ഓഫ് ഈവൻറ്റ്സ്, ഇതെല്ലാം കൂടിയാലാണ് ഇറ്റ് വിൽ ബിക്കം എ പെർട്ടിക്കുലർ ഫോർമുല ഫോർ എ പെർട്ടിക്കുലർ ഇമോഷൻ. ഓബ്ജക്ട്സും സിറ്റുവേഷനും ഈവൻസും ഇതെല്ലാം കമ്പൈൻ ആവണം. ആൻഡ് അത് കമ്പൈൻ ആവുമ്പോഴാണ് ഇറ്റ് വിൽ ബിക്കം ദ ഫോർമുല ഫോർ എ പെർട്ടിക്കുലർ ഇമോഷൻ. രൗദ്രഭാവം, കീചകവധം നമ്മൾ പറയണം. കീചകവധം പറയുമ്പോൾ കീചകവധം പറഞ്ഞുകൊണ്ട് അവിടെ ഇമോഷൻസ് ഇവോക്ക് ആവില്ല. അത് കാണിക്കുമ്പോഴോ അതിൻ്റെ ആ ഒരു സന്ദർഭം, അതിൻ്റെ ആ ഒരു ഒബ്ജക്ട്സ്, ആ ആക്ടേഴ്സിൻ്റെ മുഖത്തുള്ള ഭാവം, അല്ലേ, ഇതൊക്കെ കൂടുമ്പോഴാണ് എന്താണ് ആ പെർട്ടിക്കുലർ ഇമോഷൻ്റെ ഒരു ഫോർമുലയായിട്ട് മാറുള്ളൂ. സോ എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് അവിടെ ഉണ്ടായിരിക്കണം. ആ എക്സ്റ്റേർണൽ ഫാക്ടേഴ്സാണ് സെൻസറി എക്സ്പീരിയൻസിനെ ടെർമിനേറ്റ് ചെയ്യണത്. ഓഡിയൻസിൽ അല്ലെങ്കിൽ റീഡേഴ്സിൽ സെൻസറി എക്സ്പീരിയൻസിനെ ടെർമിനേറ്റ് ചെയ്യേണ്ട എക്സ്റ്റേർണൽ ഫാക്ടേഴ്സാണ്. അതുവഴി ഇമോഷൻസ് പെട്ടെന്ന് തന്നെ ഇവോക്കാവും. സോ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് ഈസ് ദ മീഡിയം ത്രൂ വിച്ച് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ഓതർ ആൻഡ് റീഡർ ടേക്സ് പ്ലേസ്, അല്ലേ? ആസ് എ റീഡർ നമ്മളും ആൻഡ് ഓതറും തമ്മിൽ ട്രാൻസാക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഒബ്ജക്റ്റീവ് കോറിലേറ്റീവാണ്. അതായത് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓതർ ഈസ് ഷോയിങ് സംതിങ് ആൻഡ് ഇമ്മീഡിയറ്റ്ലി നമ്മളതിൻ്റെ ഫീഡ്ബാക്ക് കാണിക്കുകയാണ് നമ്മുടെ ഇമോഷൻസ് വഴി.
നമ്മൾ ഭയാനകമായിട്ടുള്ളത് കാണുമ്പോൾ നമ്മൾ ഭയക്കുന്നു, റൊമാൻറ്റിക് സീൻ കാണുമ്പോൾ നമുക്കും റൊമാൻസ് ഫീൽ ചെയ്യുന്നു അല്ലേ. ആ ഒരു ട്രാൻസാക്ഷൻ അവിടെ നടക്കണമെങ്കിൽ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്നുള്ള മീഡിയം ഓതറും അതുപോലെ തന്നെ റീഡറും തമ്മിൽ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് റീഡർ വിൽ റെസ്പോണ്ട് ടു ദ പോം ഓർ എ പെർട്ടിക്കുലർ പീസ് ഓഫ് ആർട്ട്. അപ്പോഴാണ് റീഡർ അവിടെ റെസ്പോണ്ട് ചെയ്യുള്ളൂ. ഇതിന് T.S. Eliot എടുത്തിട്ടുള്ള ഏറ്റവും ഫേമസ് എക്സാമ്പിളാണ് മാക്ബത്ത്. മാക്ബത്താണ് ആൾ ഫേമസ് എക്സാമ്പിളായിട്ട് എടുത്തേക്കുന്നത്. അപ്പം മാക്ബത്തിൽ ഒരു സ്ലീപ്പ് വാക്കിംഗ് സീനുണ്ട്. സ്ലീപ്പ് വാക്കിംഗ് സീൻ ലേഡി മാക്ബത്തിൻ്റെ. അപ്പോൾ ഈ ലേഡി മാക്ബത്ത് ഈ സ്ലീപ്പ് വാക്കിംഗ് സീനിൽ എന്താ ചെയ്യണത്? സ്ലീപ്പ് വാക്കിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അൺകോൺഷ്യസ്ലി ലേഡി മാക്ബത്ത് താൻ ചെയ്തിട്ടുള്ള ഹോറിഫിക് ക്രൈംസ് ഒക്കെ റീകളക്ട് ചെയ്യാണ്. റീകളക്ട് ചെയ്യാണ്. അപ്പോൾ ആ റീകളക്ഷൻ വഴി മെൻ്റൽ അഗനി ആണ് അവിടെ എക്സ്പ്രസ് ആവണത് അല്ലേ. ഇപ്പോൾ ആ നൈറ്റ് വാക്ക് സീനിൽ ഷീ ഈസ് റീകളക്റ്റിംഗ്. ആ റീകളക്ഷൻ എന്തിനെയാണ് എക്സ്പ്രസ് ചെയ്യണത്? ആ ക്യാരക്ടറിൻ്റെ, അതായത് ലേഡി മാക്ബത്തിൻ്റെ മെൻ്റൽ അഗനിയാണ് എക്സ്പ്രസ് ആവണത്. സ്പെക്ടേറ്റേഴ്സിന് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ആ നൈറ്റ് വാക്കിംഗ് സീൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് ഇരുട്ടായിരിക്കും, പിന്നെ ഭയം, താൻ ചെയ്തിട്ടുള്ള ക്രൈംസ് തന്നെ, പക്ഷെ തനിക്ക് തന്നെ അതിലൊരു അഗനി ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആ ഒരു ഡാർക്ക്നെസ് എന്നുള്ള ഒരു അറ്റ്മോസ്ഫിയർ വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സ്പെക്ടേറ്റേഴ്സിനെ ലേഡി മാക്ബത്തിൻ്റെ മെൻ്റൽ അഗനി ഈ ഒരു ഒബ്ജക്റ്റ് അതായത് നൈറ്റിൻ്റെ ആ ഒരു എൻവയൺമെൻറ്റ് അത് വെച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സോ ഇതാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എക്സ്പ്ലെയിൻ ബൈ T.S. Eliot. അതിന് എക്സാമ്പിളായിട്ടാണ് എടുത്തേക്കുന്നത് മാക്ബത്തിലെ നൈറ്റ് വാക്കിംഗ് സീൻ ഓഫ് ലേഡി മാക്ബത്താണ്. സ്ലീപ്പ് വാക്കിംഗ്, നൈറ്റ് വാക്കിംഗ് അല്ല, സ്ലീപ്പ് വാക്കിംഗ്, നൈറ്റ് വാക്കിംഗ് അല്ല കേട്ടോ, സ്ലീപ്പ് വാക്കിംഗ് സീൻ. The next term introduced by T.S. Eliot is dissociation of sensibility. ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് പറയുന്നത് ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്നുള്ള എസ്സേയിലാണ് ആൾ ഈ ഐഡിയ മുന്നോട്ട് വെച്ചേക്കുന്നത്. എന്താണ് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റിയിൽ ആൾ ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞേക്കുന്നത് എന്താണ്? ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി മനസ്സിലാക്കുമ്പോൾ ഒപ്പം തന്നെ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് യൂണിഫിക്കേഷൻ ഓഫ് സെൻസിബിലിറ്റി. അത് മനസ്സിലായ ഡിസോസിയേഷൻ മനസ്സിലാക്കാം. യൂണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ ഓഫ് തോട്ട് ആൻഡ് ഫീലിങ്സ്. ഒരു പോയറ്റ് ഒരു പോം എഴുതുമ്പോൾ ആളുടെ തോട്ട്സ് ഷുഡ് ബി കൺവേർട്ടഡ് ഇൻ ടു ഫീലിങ്സ് ആൻഡ് ദി ഷുഡ് ബി ഫ്യൂസ് ടുഗെദർ. അതാണ് യൂണിഫിക്കേഷൻ ഓഫ് സെൻസിബിലിറ്റി. ഇറ്റ് ഈസ് എ ക്രിയേഷൻ ഓഫ് തോട്ട് ഇൻ ടു ഫീലിംഗ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് ദ ഡയറക്റ്റ് സെൻഷ്വൽ അപ്രിഹെൻഷൻ ഓഫ് തോട്ട്. സെൻഷ്വൽ അപ്രിഹെൻഷൻ, സെൻഷ്വലി വി ആർ അപ്രിഹെൻഡിങ് നമ്മുടെ തോട്ടിനെ. ആസ് എ പോയറ്റ് നമ്മൾ നമ്മുടെ തോട്ടിനെ സെൻഷ്വലി അപ്രിഹെൻഡ് ചെയ്യാണ്. അത് യൂണിഫൈ ചെയ്യാന്ന് വെച്ചാൽ ടു ബ്രിങ് ടുഗെദർ തോട്ട്, ഫീലിംഗ്. Now, according to T.S. Eliot, metaphysical poets, together with Elizabethan poets and Jacobean dramatists, Elizabethan dramatist എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, മെറ്റാഫിസിക്കൽ പോയറ്റ്സും എലിസബത്തൻ ആൻഡ് ജക്കോബിയൻ ഡ്രമാറ്റിസ്റ്റും ഇവർക്കാണ് ദേ ഹാഡ് എ മെക്കാനിസം ഓഫ് സെൻസിബിലിറ്റി. സോ ഏത് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് വേണമെങ്കിലും ഇവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. ലൈക്ക് ട്രാജഡി ആയാലും റൊമാൻസ് ആയാലും കോമഡി ആയാലും എല്ലാ കൈൻഡ് ഓഫ് ഇമോഷൻസ് അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. വൈ? ബിക്കോസ് അവരെ തോട്ടിനെയും ഫീലിങ്സിനെയും കമ്പൈൻ ചെയ്തിട്ടാണ് എക്സ്പ്രസ് ചെയ്തിരുന്നത്. അതിൽ പ്രത്യേകിച്ച് ആളെടുത്ത് പറയുന്നത് മെറ്റാഫിസിക്കൽ പോയറ്റ്സിൻ്റെ വർക്ക്സിനെയാണ്. മെയിൻലി ജോൺ ഡൺ ഈസ് എ ഫേമസ് മെറ്റാഫിസിക്കൽ പോയറ്റ് അല്ലേ. അപ്പോൾ T.S. Eliot ഡണ്ണിൻ്റെ മോസ്റ്റ് സക്സസ്ഫുൾ ആൻഡ് ക്യാരക്ടറിസ്റ്റിക് എഫക്റ്റ്, ആളുടെ പോംസിന് സക്സസ്സും ക്യാരക്ടറിസ്റ്റിക് എഫക്റ്റും ഉണ്ടാവാൻ കാരണം ബിക്കോസ് ഓഫ് ദ ബ്രീഫ് വേർഡ്സ് ആൻഡ് ദ കോൺട്രാസ്റ്റ്. ബ്രീഫ് വേർഡ്സ് ആൾ ഉപയോഗിച്ചിരുന്നു ആൻഡ് കോൺട്രാസ്റ്റുകൾ ഒരുപാട് നമ്മളതിൽ കാണാൻ സാധിച്ചിരുന്നു. ലൈക്ക് ഒരു വരിയുണ്ട്, എ ബ്രേസ്ലെറ്റ് ഓഫ് ബ്രൈറ്റ് ഹെയർ എബൌട്ട് ദ ബോൺ. ബ്രേസ്ലെറ്റ് ഓഫ് ബ്രൈറ്റ് ഹെയർ എബൌട്ട് ദ ബോൺ അല്ലേ. ബ്രൈറ്റ് ഹെയറിൻ്റെ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട് എവിടെ? ബോണിൽ, ആംസിൻ്റെ ബോണിൽ ഒരു ബ്രൈറ്റ് ഹെയറിൻ്റെ ബ്രേസ്ലെറ്റ് ഉണ്ട്.
ഇവിടെ എഫക്റ്റ് ഈസ് പ്രൊഡ്യൂസ് ബൈ ദ സഡൻ കോൺട്രാസ്റ്റ് അല്ലെ. ബ്രൈറ്റ് ഹെയർ എന്നും പറയുന്നു, ബോൺ എന്നും പറയുന്നു. ബ്രൈറ്റ് ഹെയർ എന്ന് വെച്ചാൽ ലൈഫിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ബോൺ എന്ന് വെച്ചാൽ എന്താണ്, എന്താ പറയുക, സ്കെലിട്ടൺ മാത്രമേ ബാക്കിയുള്ളൂ, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ദർ ഇസ് എ സഡൻ കോൺട്രാസ്റ്റ്. ഇതൊരു പവർഫുൾ ഇഫക്റ്റിനെയാണ് ഇവോക്ക് ചെയ്യുക എന്നാണ് T.S. Eliot പറയുന്നത്. ഓക്കെ, സോ ഇത് യൂണിഫിക്കേഷൻ ഓഫ് സെൻസിബിലിറ്റി. ദെൻ ആൾ പറയുന്നത് എന്താണ്, 17th century ലേറ്റ് 17th century പോയറ്റ്സിലോട്ട് നമ്മൾ എത്തുമ്പോഴത്തേക്കും ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി കാണാൻ സാധിക്കും. യൂണിഫിക്കേഷൻ ഇല്ല, ഡിസോസിയേറ്റ് ആവുകയാണ്. അതായത് ദർ ഈസ് എ സ്പ്ലിറ്റ് ബിറ്റ്വീൻ ദ തോട്ട് ആൻഡ് ഫീലിംഗ്. തോട്ട് ആൻഡ് ഫീലിംഗ് തമ്മിലുള്ളൊരു സ്പ്ലിറ്റാണ് നമുക്ക് കാണാൻ പറ്റുക. പ്രത്യേകിച്ച് ആൾ പറയേണ്ടത് ഡ്രൈഡൻ, മിൽട്ടൺ ഇവരുടെ എഫക്റ്റാണ് ഇതിന് കൂടുതൽ ഹാം ക്രിയേറ്റ് ചെയ്തേക്കണത്. ഏതിന്, ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റിയിൽ ലേറ്റ് 17th century പോയറ്റ്സിലോട്ട് അവിടുന്ന് അങ്ങോട്ട് ലൈക്ക് ടെന്നീസൺ, ബ്രൗണിങ് വരെയൊക്കെയുള്ള പോയറ്റ്സിലോട്ട് ഈ ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റിക്ക് കാരണം ബിക്കോസ് ഓഫ് ദ എഫക്റ്റ് ഓഫ് മിൽട്ടൺ ആൻഡ് ഡ്രൈഡൻ ഇതുമാണ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റിയിൽ എന്ത് സംഭവിക്കുന്നു, ദ പോയറ്റ് ഈസ് അൺഏബിൾ ടു കൺവേർട്ട് ഹിസ് തോട്ട്സ് ഇൻ ടു ഫീലിങ്സ്. വി ക്യാൻ ഫൈൻഡ് എ സ്പ്ലിറ്റ് ബിറ്റ്വീൻ ദ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. ആൻഡ് ഇവിടെ ആള് ജോൺ ഡണ്ണിനെയാണ് പ്രേസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് മെറ്റാഫിസിക്കൽ പോയറ്റ്സിനെ ആള് പ്രേസ് ചെയ്യുന്നു. ഓക്കെ, അവരിൽ നമുക്ക് കാണുന്നത് എന്താണ്, യൂണിഫിക്കേഷൻ ഓഫ് തോട്ട് ആൻഡ് എക്സ്പീരിയൻസ്. മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ലൈക്ക് ഡൺ, ആൻഡ്രൂ മാർവൽ, ആബ്രഹാം കൗലെ, തോമസ് ഗ്രേ, ഒലിവർ ഗോൾഡ്സ്മിത്ത് ഇവരേനൊക്കെയാണ് ആൾ എന്ത് ചെയ്യണത്, സെൻസിബിലിറ്റി ഉള്ള പോയറ്റ്സ് ആയിട്ട് പറയണത്. ഓക്കെ, ആൻഡ് ഈ യൂണിഫിക്കേഷൻ ആൻഡ് യൂണിഫിക്കേഷൻ ഓഫ് പോയട്രി ഉള്ള പോയറ്റ്സും ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി ഉള്ള പോയറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ ഇൻ്റലക്ച്വൽ പോയറ്റ് ആൻഡ് റിഫ്ലെക്റ്റീവ് പോയറ്റ്. അതാണ് ഡിഫറൻസ് അവർ തമ്മിൽ, ഇൻ്റലക്ച്വൽ പോയറ്റും റിഫ്ലെക്റ്റീവ് പോയറ്റും. ആൻഡ് ടെന്നിസൺ ആൻഡ് ബ്രൗണിങ് ആർ ദ പോയറ്റ്സ് ഹൂ ബിലോങ്സ് ടു മെയിൻലി ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി. അതായത് ദേ ഡു നോട്ട് ഫീൽ ദെയർ തോട്ട്, അവരവരുടെ തോട്ട്സിനെ ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ എന്നാൽ ഡണ്ണെ പോലത്തെ മെറ്റാഫിസിക്കൽ പോയറ്റ്സിനോ T.S. Eliot പറയുന്നുണ്ട്, a thought to done was an experience. A thought to done was an experience. ആ തോട്ട് തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. അത് ആളുടെ സെൻസിബിലിറ്റീനെ മോഡിഫൈ ചെയ്തിരുന്നു. ഓക്കെ, ഇതാണ് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി. ചുരുക്കിയിട്ടേ ഉള്ളൂ, നമുക്കിതിനെ പറ്റിയിട്ട് ഒത്തിരി പഠിക്കാനുണ്ട്, പക്ഷേ ഇത് ചുരുക്കിയിട്ടാണ് ആൾ തന്നിരിക്കുന്നത്. ഇതിൽ ഒരുപാട് എക്സാമ്പിൾസ് ആൾ കോട്ട് ചെയ്യുന്നുണ്ട്. സെൻസിബിലിറ്റി അസോസിയേഷൻ ഉള്ളത് ചർച്ച് യാർഡ്, കൺട്രി ചർച്ച് യാർഡിൽ, പിന്നെ അതുപോലെ തന്നെ ആൻഡ്രൂ മാർവലിൻ്റെ കോയ് മിസ്ട്രസ് പറയുന്നുണ്ട്, ഷെല്ലിയുടെ ട്രയംഫ് ഓഫ് ലൈഫ്, ഹൈപ്പീരിയോൺ, ഇതൊക്കെ ആൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഫർദർ എലോബറേഷനിൽ. പക്ഷെ നമുക്ക് ഇത്രയൊന്നും വേണ്ട. സോ ഇതാണ് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി. ഇതും കൂടി നന്നായിട്ട്